നമസ്കാരം ആർ പി. നമസ്കാരം. ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിൻ്റെ മുൻ പ്രധാനമന്ത്രി ഇന്നലെ ഒരു വെർച്വൽ മാധ്യമ സമ്മേളനം നടത്തിയിരുന്നു. അതിൽ അവരുടെ മകനും അവാമി ലീഗ് അവരുടെ പാർട്ടി ഇപ്പോൾ നിരോധിക്കപ്പെട്ടിരിക്കുകയാണ് ബംഗ്ലാദേശിൽ. അതിൻ്റെ മുൻ എം പിയുമായിട്ടുള്ള സക്കീബ്, അദ്ദേഹം മുൻ ക്രിക്കറ്റ് താരവുമാണ്, അദ്ദേഹവും ഒക്കെ പങ്കെടുത്തിരുന്നു. ഈ രാഷ്ട്രീയ സാഹചര്യത്തെ എങ്ങനെ കാണുന്നു, ഭാരതത്തെ സംബന്ധിച്ചും ബംഗ്ലാദേശിനെ സംബന്ധിച്ചും? തീർച്ചയായിട്ടും ബംഗ്ലാദേശിൽ നടക്കുന്ന വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾ ഭാരതത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഇപ്പം മമതാ ബാനർജി വെസ്റ്റ് ബംഗാളിൽ അധികാരത്തിൽ ഇല്ലാത്തതുകൊണ്ട് അതിൽ ചില വ്യത്യാസങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും. എന്നാലും നമ്മൾ വളരെ ശ്രദ്ധിച്ച് ജാഗ്രതയോടെ നോക്കി കാണേണ്ട മാറ്റങ്ങളാണ് ബംഗ്ലാദേശിൽ ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിനകത്ത് മനോജ്, ഒരു കാര്യം നിങ്ങളും നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ഈ നയതന്ത്രം എന്ന് പറയുന്നത്, രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്, ബന്ധങ്ങളിലുണ്ടാകുന്ന ഡെവലപ്മെൻറ്റ്സ്, ഇതൊന്നും നമ്മൾ ഈ പുറമേ പത്രവാർത്തകളിൽ വായിക്കുന്നതായിരിക്കില്ല. പലപ്പോഴും അതിൻ്റെ പുറകിൽ മറ്റു പല കാര്യങ്ങളും നടക്കുന്നുണ്ടാവും. ബാക്ക് ചാനൽ നെഗോസിയേഷൻസ്, ബാക്ക് ചാനൽ കമ്മ്യൂണിക്കേഷനൊക്കെ ഉണ്ടാവും. ഷെയ്ഖ് ഹസീന ഇപ്പോൾ കഴിഞ്ഞ 2 വർഷമായിട്ട് ഭാരതത്തിൽ താമസിക്കുകയാണ്. അവർക്ക് പൂർണ്ണ സംരക്ഷണം, അവർക്ക് വേണ്ട എല്ലാ എന്താ പറയുക, ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിക്ക് മറ്റൊരു ഭരണകൂടം കൊടുക്കേണ്ട എല്ലാവിധ സഹായ സഹകരണങ്ങളോട് കൂടി തന്നെയാണ് അവർ ഭാരതത്തിൽ താമസിക്കുന്നത്. അത് മോദി സർക്കാരിൻ്റെ ഒരു വളരെ ബോൾഡായിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. അവരുടെ മകൻ അത് എടുത്തു പറയുകയും ചെയ്തു. അത് വളരെ ബോൾഡായിട്ട് സ്റ്റെപ്പാണ്. നിങ്ങൾ എന്ത് വേണേൽ ചെയ്തു, അവർ ഞങ്ങളുടെ സുഹൃത്താണ്, അവർക്ക് ജീവൻ അപകടം ഉണ്ടായി, ഞങ്ങൾ അവരെ രക്ഷപ്പെടുത്തി, ഞങ്ങൾ അവരെ ഇന്ത്യയിൽ താമസിപ്പിക്കും, നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞു തന്നെയാണ് നമ്മളത് ചെയ്തത്. അവർക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല. ഇപ്പോൾ ഷെയ്ഖ് ഹസീന സ്വയമാണ് ഞാൻ തിരിച്ച് ബംഗ്ലാദേശിലേക്ക് പോകുന്നു എന്ന് പറയുന്നു. അപ്പോൾ അത് പറഞ്ഞ ദിവസത്തിന്, അതായത് ഓഗസ്റ്റ് 6-ാം തീയതി ഇല്ലേ, 5-ാം തീയതി, ഇന്ന് 6-ാം തീയതിയാണ്. ഓഗസ്റ്റ് 5-ന് വലിയ പ്രാധാന്യമുണ്ട്. 2 വർഷം തികയാണ് ഇവരെ ഷെയ്ഖ് ഹസീനയെ പോലെ ഏറ്റവും കൂടുതൽ കാലം ബംഗ്ലാദേശ് ഭരിച്ച ഒരു പ്രധാനമന്ത്രിയെ അവിടെ നിന്ന് ഒരു വലിയ അട്ടിമറിയിലൂടെ, ഞാനത് ജനകീയ വിപ്ലവം എന്നൊന്നും അതിനെ ഞാൻ വിളിക്കില്ല, അട്ടിമറിയിലൂടെ അവരെ ആ രാജ്യത്ത് നിന്ന് നിഷ്കാസിതയാക്കിയിട്ട് അവർ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി അവിടെ നിന്ന് പലായനം ചെയ്തത്. അവരെ ഇന്ത്യയാണ് സംരക്ഷിച്ചത്, ഇന്ത്യയാണ് അവരെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയതെന്ന് അന്ന് നമ്മൾ ഉൾപ്പെടെ ചില മാധ്യമങ്ങൾ പറയുകയും ചെയ്തിരുന്നു. ഇന്ത്യയുടെ അജിത് ഡോവലിൻ്റെ കൃത്യമായ ഒരു ഓപ്പറേഷനിലാണ് ഷെയ്ഖ് ഹസീനയ്ക്ക് ജീവൻ തിരിച്ചു കിട്ടിയത്. അല്ലെങ്കിൽ മണിക്കൂറുകൾ താമസിച്ചിരുന്നെങ്കിൽ ആ കൊട്ടാരത്തിലേക്ക്, പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് ഈ പറയുന്ന ഹൂളിഗൻസ്, സാമൂഹ്യ വിരുദ്ധരെ ഇടിച്ചു കയറുമായിരുന്നു, അവരുടെ ജീവന് വലിയ അപകടം സംഭവിക്കുമായിരുന്നു. പക്ഷെ അത് സംഭവിച്ചില്ല. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെട്ട ആള്, ഭാരതം 2 വർഷമായിട്ട് സംരക്ഷിക്കുന്ന ആള്, ഒരു സുപ്രഭാതത്തിൽ ഞാൻ തിരിച്ചു പോകുന്നു എന്ന് പറയില്ല. അപ്പോൾ അതിൻ്റെ പിന്നിൽ കൃത്യമായ ഒരു പ്ലാനിങ് ഉണ്ട് എന്നാണ് ഞാൻ ഈ പറയാൻ ശ്രമിച്ചത്. ഇതൊന്നും നമ്മൾ കാണുന്നതിനപ്പുറം നമ്മളുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാത്തത് പലതും പ്രപഞ്ചത്തിലുണ്ട് എന്ന് പറയുന്ന പോലെ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളിലും ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട്. ഇനി ഞാൻ എൻ്റെ ഊഹം പറയാം. എൻ്റെ വിശ്വാസം, അവരെ അവിടെ നിന്ന് രക്ഷിച്ചോ, അതായത് ഇന്ത്യയുടെ ഇൻ്റലിജൻസ് സംവിധാനമാണത്, അവർ തന്നെയായിരിക്കണം ഇതിനും മുൻകൈ എടുത്തിട്ടുണ്ടാവുക. ബംഗ്ലാദേശുമായിട്ട് സംസാരിച്ചിട്ട് ബംഗ്ലാദേശിൻ്റെ ഒരു ഉറപ്പ് തീർച്ചയായിട്ടും ഷെയ്ഖ് ഹസീനയുടെ ജീവന് ഒരു കുഴപ്പവും ഉണ്ടാവില്ല എന്ന മിനിമം ഉറപ്പെങ്കിലും മേടിച്ച ശേഷമായിരിക്കും ഷെയ്ഖ് ഹസീനയെ ബംഗ്ലാദേശിലേക്ക് തിരിച്ചു വിടുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മനസ്സിലായില്ലേ? അതാണ് അതിനകത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി ഈ അവർ ചില കാര്യങ്ങൾ എടുത്ത് പറഞ്ഞിരുന്നു. പ്രത്യേകിച്ച് അവരവിടുന്ന് പലായനം ചെയ്യേണ്ട അവസ്ഥ വന്നതിന് ശേഷം അവിടുത്തെ ഒരു കെയർ ടേക്കർ ഗവൺമെൻറ് ഉണ്ടായിരുന്നു. അതിൻ്റെ തലവനായിട്ടുള്ള മുഹമ്മദ് യൂനസ് ആണ് ഈ അട്ടിമറിക്ക് പിന്നിലെന്നും അയാൾ ഈ ഒരു ഭീകരവാദികളെ പ്രോത്സാഹിപ്പിക്കുന്നതല്ല, അഴിച്ചുവിടുകയായിരുന്നു എന്നുള്ള രീതിയിലൊരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ഇതിനെ ആർപ്പി എങ്ങനെ? നമ്മൾ ഈ മുഹമ്മദ് യൂനസിൻ്റെ കാര്യം പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോഴും അദ്ദേഹത്തിന് ഇപ്പോൾ പ്രത്യക്ഷത്തിൽ ബംഗ്ലാദേശിൽ റോളൊന്നുമില്ല. എന്നാൽ പോലും ആ പേരൊന്ന് പരാമർശിക്കുകയും അതൊന്ന് ചർച്ച ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്ന് തോന്നുന്നു. പേരാണ് ചർച്ച ചെയ്യേണ്ടത്. കാരണം ഇപ്പോഴത്തെ താരിഖ് റഹ്മാന്റെ സർക്കാരിനെക്കാട്ടി കൂടുതൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് മുഹമ്മദ് യൂനസിന്റെ റോളാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന മത തീവ്രവാദികളോ അരാജകവാദികളോ വിദ്യാർത്ഥികളോ ഒന്നുമല്ല അവിടെ കുഴപ്പമുണ്ടാക്കി. അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ആണ്. ആ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിൻ്റെ ഏജൻ്റ് എന്ന് നമുക്ക്
അടിവരയിട്ട് വിളിക്കാവുന്ന ആളാണ് മുഹമ്മദ് യൂനസ്. മുഹമ്മദ് യൂനസ് ബംഗ്ലാദേശിൽ ചെന്ന് ഇറങ്ങി അവിടെ ഭരണാധികാരി ആയതൊന്നും ഇതൊന്നും ചുമ്മാതെ നടന്ന കാര്യങ്ങളല്ല, ഇതൊക്കെ പ്രീ പ്ലാൻഡ് ആണ്. ഇയാൾ അവിടെ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ ആയില്ല, താൽക്കാലികമായിട്ട് ഒരു ഭരണത്തിന്റെ നേതൃത്വം കൊടുക്കുന്ന ഉപദേശകനെന്നോ മറ്റോ ആയിരുന്നു പുള്ളിയുടെ ചീഫ് അഡ്വൈസർ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. പുള്ളി അവിടെ വന്നത് കൃത്യമായിട്ട് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന്റെ പരിപാടികൾ അവിടെ നടപ്പാക്കാൻ വേണ്ടി തന്നെയാണ്. ഭരണകൂടത്തെ അട്ടിമറിക്കുക, അമേരിക്കയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക. അമേരിക്കയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഷെയ്ഖ് ഹസീന തയ്യാറാകാത്തതുകൊണ്ട് അവരെ മാറ്റുക, ആ ഒരു കൃത്യമായ ഉദ്ദേശത്തിൽ വന്ന ആളാണ് മുഹമ്മദ് യൂനസ്. അവിടെ നടന്ന ഈ വിദ്യാർത്ഥി പ്രക്ഷോഭം, അത് നമ്മൾ തീർച്ചയായിട്ടും ഭാരതം അതിൽ നിന്ന് വലിയ ഒരു പാഠം ഉൾക്കൊള്ളേണ്ടതാണ്. അവിടെ നടന്ന ആ വിദ്യാർത്ഥി പ്രക്ഷോഭം എഞ്ചിനീയർഡാണ്, അത് സ്വാഭാവികമായിട്ട് ഓർഗാനിക്കായിട്ട് ഉണ്ടായതല്ല എന്ന് ഇപ്പം എല്ലാവരും പറയുന്നുണ്ട്. എല്ലാവർക്കും അറിയാം അതൊരു ഇൻ്റലിജൻസ് ഓപ്പറേഷൻ ആയിരുന്നു എന്ന്. വെറും വിദ്യാർത്ഥി പ്രക്ഷോഭം അല്ല അത്. വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ ഇത്തരം കാര്യങ്ങൾ നടക്കില്ല. എല്ലാവരും പെട്ടെന്ന് ആക്ടിവേറ്റ് ആകുന്നു, ഇഷ്ടം പോലെ ഫണ്ട് വരുന്നു. വിദ്യാർത്ഥികളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു വലിയ അട്ടിമറിക്ക് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അവിടെ നടന്നത്. ഇതേ കാര്യങ്ങളാണ് ഇന്ത്യയിലും നടക്കാൻ ശ്രമിച്ചത് അല്ലെങ്കിൽ നടത്താൻ ശ്രമിച്ചതെന്ന് ഞാൻ പറയും. മനസ്സിലായില്ലേ? അപ്പൊ ഇത് മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിലാണ് ഇത് നടത്തിയത്. മുഹമ്മദ് യൂനസിന്റെ റോൾ അവിടെ അവസാനിച്ചു. ഈ ഭരണം അട്ടിമറിച്ചു, പുതിയ ഭരണകൂടത്തെ കൊണ്ടുവന്നു. അയാൾ പിന്മാറി. കാരണം അയാൾ ഈ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് പറയുന്ന കാര്യങ്ങൾ ചെയ്യുകയും നിർത്താൻ പറയുന്നിടത്ത് നിർത്തുകയും ചെയ്യുന്ന വെറും ഒരു ഏജന്റ് മാത്രമാണ്. അതാണ് അയാൾ ചെയ്തത്. പിന്നെ ഷെയ്ഖ് ഹസീനയുടെ കാര്യത്തിൽ നമ്മൾ തത്വമയി തുടക്കത്തിൽ തന്നെ ഈ 2 വർഷം മുമ്പ് തന്നെ നമ്മൾ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്. ഷെയ്ഖ് ഹസീന അവിടുന്ന് പലായനം ചെയ്തു. അവിടെ വലിയ പ്രക്ഷോഭം ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ ഉണ്ടായി, വലിയ രാഷ്ട്രീയ എതിർപ്പ് അവർക്കെതിരെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് ഷെയ്ഖ് ഹസീനയുടെ പൊളിറ്റിക്കൽ ബേസിന് വലിയ കുഴപ്പങ്ങൾ സംഭവിച്ചിട്ടില്ല. ഇപ്പൊ മനോജ് നേരത്തെ ചോദിച്ചില്ലേ എന്താണ് ഇതിന്റെ ഇപ്പോൾ ഇത് ചെയ്യുന്നതിന്റെ കാരണം എന്ന് ചോദിച്ചു. അതിന് കാരണം ഞാൻ പറഞ്ഞുതരാം. അതായത് ഷെയ്ഖ് ഹസീനയുടെ ബേസിന് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. സിയാവുർ റഹ്മാന്റെ സമയത്ത് 1981 ഷെയ്ഖ് ഹസീന ഇതുപോലെ ഒരു തിരിച്ചുവരവ് നടത്തിയതാണ്. അപ്പോൾ ബംഗ്ലാദേശിലെ രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതാണ്ട് 50-50 ആയിട്ട് രണ്ടിടത്തോട്ടായിട്ട് വിഭജിക്കപ്പെട്ടതാണ്. ഒന്ന് അവാമി ലീഗ്, മറ്റേത് BNP. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു ധ്രുവീകരണം നടന്ന ഒരു രാഷ്ട്രീയമാണ് ബംഗ്ലാദേശിലുള്ളത്. അപ്പോൾ ഇവരുടെ ബേസിന് വലിയ കുഴപ്പങ്ങളൊന്നും ഇപ്പോഴും സംഭവിച്ചിട്ടില്ലെന്നേ. അവാമി ലീഗിന്റെ ബേസിന് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇനിയും താമസിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ 2 വർഷമായിട്ട് അവർ പുറത്താണ്. അവാമി ലീഗിൻ്റെ പ്രവർത്തകർക്ക് വലിയ തോതിൽ ആക്രമണം നേരിടേണ്ടി വന്നിട്ടുണ്ട്. അവർ പൊതുവെ ഇന്ത്യയോടെ ഒരു സൗഹൃദ മനോഭാവം പുലർത്തുന്നവരാണ്, ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നവരാണ്, അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ മാനിക്കുന്നവരാണ്. പക്ഷെ ഇപ്പോൾ ഇരിക്കുന്നവരങ്ങനല്ല. അപ്പോൾ ഇവരെ ഒരുമിച്ച് നിർത്താനും ഇനിയെങ്കിലും താമസിച്ചു കഴിഞ്ഞാൽ ഈ അവാമി ലീഗിൻ്റെ ഈ ഒരു ബേസ് ചിലപ്പോൾ ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്ത് പോകാൻ സാധ്യതയുണ്ട്. ഇനി ഞാൻ തിരിച്ചവിടെ ചെന്നില്ലെങ്കിൽ അത് തന്നെ ആയിരിക്കണം ഷെയ്ഖ് ഹസീന ഈ റിസ്ക് എടുക്കാൻ കാരണം. 81 അവര് ഇതുപോലെ ഒരു തിരിച്ചുവരവ് നടത്തുകയും അതൊരു പക്ക രാഷ്ട്രീയ തിരിച്ചുവരവായിട്ട് അത് മാറുകയും ചെയ്തായിരുന്നു. അവര് തന്നെ മാധ്യമങ്ങളിൽ എടുത്ത് പറഞ്ഞിരുന്നു. അവര് അത് കൃത്യമായിട്ട് അവര് പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഇനി അവരുടെ പാർട്ടിയെ ഒരുമിച്ച് നിർത്താൻ ഇവരുടെ സാന്നിധ്യം അവിടെ ആവശ്യമാണ്. അതായിരിക്കും നടക്കുന്നത്. പക്ഷെ ഷെയ്ഖ് ഹസീന എടുക്കുന്നത് വലിയൊരു റിസ്ക് ആണെന്ന് ഞാൻ പറയും. കാരണം കഴിഞ്ഞ വർഷം ഷെയ്ഖ് ഹസീനയെ വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടുണ്ട്. എന്തായാലും നേരെ ചെന്നിട്ട് ജയിലിലായിരിക്കും പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം അങ്ങനെ അല്ലാതെ അവിടെ ചെയ്യാൻ പറ്റില്ല ഭരണകൂടത്തിന്. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് ഭാരതത്തിന് ബംഗ്ലാദേശ് ഭരണകൂടം ഏതെങ്കിലും തരത്തിലൊരു ഉറപ്പ് കൊടുത്തിട്ടുണ്ടാവും. ഷെയ്ഖ് ഹസീനയുടെ ജീവഹാനി ഒന്നും സംഭവിക്കാതെ ഞങ്ങൾ നോക്കിക്കൊള്ളാമെന്നൊരു ഉറപ്പ് ഭാരതത്തിന് കൊടുത്തിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും ഭാരതത്തിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഭാരതം ഇപ്പോൾ പ്രത്യക്ഷത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളല്ല, ഇതൊരു പ്രൈവറ്റ് ഏജൻസിയാണ് ഈ മാധ്യമത്തിൻ്റെ ഇത് ചെയ്യുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് അതിൽ പങ്കെടുത്ത ഷെയ്ഖ് ഹസീനയുടെ മകൻ സജീബ് ജോയ്, അദ്ദേഹം വലിയൊരു മുന്നറിയിപ്പ് ഭാരതത്തിന് നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. അടുത്ത പാകിസ്ഥാൻ ആയിക്കൊണ്ടിരിക്കുകയാണ് ബംഗ്ലാദേശ്. ഭാരതത്തിന് നേരെയുള്ളതും ആഗോളതലത്തിലുള്ളതുമായിട്ടുള്ള ഭീകരവാദത്തിൻ്റെ ഒരു കേന്ദ്രം, പ്രഭവ കേന്ദ്രമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്
ബംഗ്ലാദേശ് വരും നാളുകളിൽ അത് അങ്ങനെ തീരുകയും ചെയ്യും എന്നുള്ള ഈ മുന്നറിയിപ്പിനെ എങ്ങനെ കാണും? സജിദ് വാസിദ് ജോയ് എന്ന് പറയുന്ന ഇവരുടെ മകൻ, എനിക്ക് തോന്നുന്നത് ഷെയ്ഖ് ഹസീനയുടെ പ്രസംഗം അല്ലെങ്കിൽ അവര് ഫോറിൻ കറസ്പോണ്ടൻസ് ക്ലബിലാണ് ഓൺലൈനായിട്ട് വന്നത്. അപ്പോൾ അവരുടെ പ്രസംഗത്തെക്കാട്ടി കൂടുതൽ കാര്യങ്ങൾ ഉൾക്കൊണ്ടത് അവരുടെ മകൻ്റെ അഭിസംബോധനയിലാണ് എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം അയാൾ വളരെ കൃത്യമായിട്ട് തന്നെ ഭാരതത്തിന് വലിയൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നമുക്കറിയാൻ വയ്യാത്ത കാര്യമൊന്നുമല്ല. ബംഗ്ലാദേശ് മറ്റൊരു പാകിസ്ഥാൻ ആവുമെന്ന് അയാൾ പറയേണ്ട ആവശ്യമില്ല. ബംഗ്ലാദേശ് ഓൾറെഡി മറ്റൊരു പാകിസ്ഥാൻ ആയി കഴിഞ്ഞു. നമ്മൾ തന്നെ എത്ര റിപ്പോർട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതായത് ബംഗ്ലാദേശ് ഇപ്പം നേരത്തെ ഇന്റലിജൻസ് ഏജൻസികൾ ISI, CIA പോലെയുള്ള ഇന്ത്യ വിരുദ്ധ നിലപാടുകളുള്ള ഏജൻസികൾ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആയിരുന്നത് കാഠ്മണ്ഡുവിലാണ്. ഇപ്പോൾ കാഠ്മണ്ഡുവിൽ നിന്ന് മാറി അവരുടെ ബേസ് മുഴുവൻ ധാക്കയിലാണ്. തീർച്ചയായിട്ടും എന്ന് ഷെയ്ഖ് ഹസീന അവിടുന്ന് പോയോ അവിടെയാണ് ഇപ്പോൾ ഇവരെല്ലാം. ഇവരുടെ CIA ചില ഓപ്പറേറ്റീവ്സിനെ നമ്മൾ രണ്ടുപേരെയോ മറ്റോ പിടിച്ചു. ഒരാള് ധാക്കയിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. ഇവരൊക്കെ എന്തിനാണ് ധാക്കയിൽ ചെന്ന് പറന്നിറങ്ങുന്നത്? കഴിഞ്ഞ RP തോട്ട്സിൽ 6 കിലോമീറ്റർ അപ്പുറം വരെ നമ്മുടെ അതിർത്തിയിൽ അവരുടെ സൈന്യം, അമേരിക്കൻ സൈനിക അഭ്യാസം നടത്തുന്നു. RP പറഞ്ഞിരുന്നു. ബംഗ്ലാദേശിനോടുള്ള താല്പര്യം അല്ല അമേരിക്കയ്ക്ക്. അല്ലെങ്കിൽ അമേരിക്കൻ CIA ഓപ്പറേറ്റീവ്സ് ബംഗ്ലാദേശിൽ ചെന്ന് താമസിക്കുകയും ധാക്കയിൽ ചെന്ന് താമസിക്കുകയും ചെയ്യേണ്ട കാര്യമില്ല. ബംഗ്ലാദേശിനോടുള്ള ഇഷ്ടമല്ല. ഭാരതത്തെ ലക്ഷ്യം വെച്ചാണ്. ഭാരതത്തെ ബംഗ്ലാദേശിൽ നിന്നുകൊണ്ട് ഭാരതത്തെ ദുർബലപ്പെടുത്തുക, ഭാരതത്തിൻ്റെ വടക്ക് കിഴക്കൻ പ്രദേശങ്ങളിൽ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തിലാണ്. അവർക്ക് ആ സോ നേഷൻ എന്നും പറഞ്ഞ ഒരു ക്രിസ്ത്യൻ മതരാഷ്ട്രം ഉണ്ടാക്കാൻ പദ്ധതിയുണ്ട്. മണിപ്പൂർ പോലെയുള്ള പ്രദേശങ്ങളിൽ നിരന്തരമായി കലാപങ്ങൾ നിലനിൽക്കണമെന്ന് അവരുടെ ആവശ്യമാണ്. ചൈനയെ കിട്ട് പണി കൊടുക്കാനും ഇവർക്ക് ധാക്ക ആവശ്യമാണ്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. ഭാരതത്തിനെയും നിലയ്ക്ക് നിർത്താമെന്നും ചൈനയെ പ്രഷറിലാക്കാമെന്നും ഇവർ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഈ ധാക്ക ഉപയോഗിക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കാഠ്മണ്ഡു ആയിരുന്നു ഇവർ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെ അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അദ്ദേഹം പറയുന്നതുകൊണ്ട് ഇതിനകത്തൊരു വലിയ പ്രാധാന്യമുണ്ട്. കാരണം ന്യൂനപക്ഷങ്ങൾക്ക് അവിടെ രക്ഷയില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അയാളുടെ പേര് അത്തൗർ റഹ്മാൻ ബിക്രം പുരി എന്ന് പറയുന്ന ഒരു ജിഹാദിയാണ്. ഈ ജിഹാദി 212 പെൺകുട്ടികളെ, ഹിന്ദു പെൺകുട്ടികളെയാണ് തട്ടിക്കൊണ്ടു പോയിട്ടുള്ളത്. ഇയാൾ കൊല്ലപ്പെട്ടു, അജ്ഞാതര് കൊന്നു എന്നൊക്കെ ചില വാർത്തകൾ വന്നിട്ടുണ്ട്, പക്ഷെ സ്ഥിരീകരിച്ചിട്ടില്ല. 212 ടീനേജ് പെൺകുട്ടികളെ, ഹിന്ദു പെൺകുട്ടികളെ ഇയാൾ തട്ടിക്കൊണ്ടു പോയിട്ടുണ്ട്. ഇവരെ മാംസവിൽപ്പനയ്ക്ക് ഉപയോഗിച്ചോ അതോ ഇറാനിലും അല്ല സിറിയയിലും ഒക്കെ ആയിട്ട് ജിഹാദി ക്യാമ്പുകളിലേക്ക് അയച്ചോ എന്ന് നമുക്കറിയില്ല. പക്ഷെ പെൺകുട്ടികളെ കാണാനില്ല. അതൊരു വലിയ വിഷയമാണ് അവിടെ. അപ്പം ഇത്തരത്തിൽ പാകിസ്ഥാനിൽ നടക്കുന്നത് തന്നെ ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. മനോജ്, ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ ഞാൻ പറയണമെന്ന് വിചാരിച്ചാൽ, നമ്മൾ ഈ വിദ്യാർത്ഥി പ്രക്ഷോഭത്തെക്കുറിച്ച് പറഞ്ഞു. ബംഗ്ലാദേശിൽ എന്താ നടന്നതെന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ ശ്രീലങ്കയിൽ എന്താ നടന്നതെന്ന് നോക്കുക, നേപ്പാളിൽ എന്താ നടന്നതെന്ന് നോക്കുക. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഭാരതത്തിൻ്റെ ചുറ്റോട് ചുറ്റും ഈ സ്ഥലങ്ങളിലെല്ലാം ഇങ്ങനെ കൃത്യമായ ഇടവേളകളിൽ ഇതുപോലെയൊക്കെ ഉണ്ടാകുന്നത് വളരെ നാച്ചുറലായിട്ടുള്ള ഒന്നാണ്? യാദൃശ്ചികമല്ല തന്നെ, തീർച്ചയായും യാദൃശ്ചികതയല്ല. അന്ന് ശരിക്കും പറഞ്ഞാൽ ശ്രീലങ്കയിൽ ഇത് തുടങ്ങിയപ്പോൾ തന്നെ നമുക്കറിയാം ഇത് ഭാരതത്തെ ലക്ഷ്യം വെച്ചുള്ളതാണ്. ചുറ്റും ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയിട്ട് ഭാരതത്തിലും ഇത് ചെയ്യാനുള്ള ശ്രമമാണ്. ഇപ്പൊ ഈ പാറ്റാ സമരത്തെ കുറിച്ച്, പാറ്റാ സമരം ഭയങ്കര ന്യായമായ ആവശ്യത്തിന് വേണ്ടിയുള്ള സമരമാണെന്ന് പറഞ്ഞു. ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. നീറ്റ് പരീക്ഷയിൽ കഷ്ടപ്പെട്ട ഈ ഒരു പരീക്ഷാ സംവിധാനത്തിന്റെ സിസ്റ്റം ഫെയിലിയർ കൊണ്ട് കഷ്ടപ്പെട്ട കുട്ടികളെ, ആത്മഹത്യ ചെയ്ത കുട്ടികളുണ്ട്, അവരുടെ പേരൻസ് ഉണ്ട്. നമുക്ക് പൂർണ്ണമായിട്ട് സഹതാപമുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഈ സമരത്തിന്റെ മറവിൽ ഇന്ത്യയിൽ നടന്ന ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നമ്മൾ കാണാതിരിക്കരുത്. തീർച്ചയായിട്ടും ഈ പാറ്റ എന്നുള്ള പേര്, കോക്രോച്ച് എന്നുള്ള പേര് പോലും ഞാൻ വിശ്വസിക്കുന്നത്, ഇപ്പോൾ സുപ്രീം കോടതിയിൽ അങ്ങനെ ഒരു പരാമർശം ഉണ്ടായത് ഉടനെ ഞങ്ങൾ അതുകൊണ്ട് പാറ്റ എന്ന് പേരിട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതൊക്കെ കൃത്യമായ ഒരു അജണ്ടയാണെന്നേ. മുഹമ്മദ് യൂനസിനെ പോലെ ഇവിടെയും ഏതൊക്കെയോ യൂനസുമാരുണ്ട്, അവരാണ് ഇത് ചെയ്യുന്നത്. പാറ്റ എന്ന പേരിടുന്നതിന്റെ കാരണം പാറ്റ ഏറ്റവും ലോങ്സ്റ്റ് സർവൈവിങ് സ്പീഷീസ് ആണെന്ന് പറയാറുണ്ട്. ന്യൂക്ലിയർ ഹോളോകാസ്റ്റ് പോലും സർവൈവ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെയായിരിക്കും പാറ്റ എന്നിട്ടത്. ഈ 3000 പേര് ഉണ്ടായിരുന്ന സമരവേദി അത് 1,00,000 പേരിലേക്ക് പെട്ടെന്ന് മാറുക, സോഷ്യൽ മീഡിയയിലെ അൽഗോരിതം മാറ്റിക്കൊണ്ട് കുട്ടികളെ പ്രകോപിപ്പിച്ച് അവിടെ എത്തിക്കുക. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിച്ചോ, ഇതിനൊരു ഫോറിൻ കൃത്യമായ ഒരു പങ്ക് ഇതിൻ്റെ സ്വഭാവത്തിലുണ്ടെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ്
പ്രധാനമന്ത്രിയെ അധിക്ഷേപിക്കുന്ന വാക്കുകളാണ്. അതെ. ബോഡി ഷെയ്മിങ് നടത്തുക, അച്ഛനിട്ട് അമ്മയ്ക്കിട്ട് പറയുക, ഇത് ഇന്ത്യൻ സംസ്കാരമല്ല, അതെ. ഇതൊരു വിദേശ സംസ്കാരമാണ്. അപ്പൊ ആ സംസ്കാരത്തിന്റെ അവരുടെ ടൂൾ കിറ്റാണ് ഇവിടെ നടപ്പാക്കിയത്. അതുകൊണ്ടാണ് ഇന്ത്യയിലെ സാധാരണക്കാർക്കും ഈ പ്രധാനമന്ത്രിയെ അബ്യൂസ് ചെയ്ത, വിമർശനമല്ലല്ലോ, അമ്മയ്ക്കും അച്ഛനും പറയുക, ആള് പ്രധാനമന്ത്രി ഇംഗ്ലീഷ് പറയുന്നതിനെ കളിയാക്കുക. അപ്പൊ പ്രധാനമന്ത്രി ഒരു ഇന്ത്യക്കാരനല്ലേ, അദ്ദേഹത്തിന് സായിപ്പ് പറയുന്ന പോലെ അദ്ദേഹം ഇംഗ്ലീഷ് പറയേണ്ട കാര്യമല്ല, അല്ലെങ്കിൽ ഇവരെ പോലെ കോടിക്കണക്കിന് രൂപ മുടക്കി വിദേശത്ത് പോയി പഠിച്ച ആളൊന്നും അല്ലല്ലോ. അപ്പൊ ഇത്തരം കാര്യങ്ങളിലേക്ക് വ്യക്തിപരമായ അധിക്ഷേപം അത് ഒരു ഫോറിൻ രീതിയാണ്. ആ ടൂൾ കിറ്റാണ് ഇവിടെ നടപ്പാക്കിയത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജോയ് എന്ന് പറയുന്ന ഷെയ്ഖ് ഹസീനയുടെ മകന്റെ മുന്നറിയിപ്പ് ഭാരതം വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ടതാണ്, എടുത്തിട്ടുണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം ജന്തർ മന്ദർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭരണകൂടത്തിന്റെ കണ്ണ് തുറപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. സോഷ്യൽ മീഡിയ അൽഗോരിതം മാനിപ്പുലേറ്റ് ചെയ്ത് തന്നെയാണ് ഈ സമരത്തെ ഇങ്ങനെ ഒരു ലെവലിൽ എത്തിച്ചത്. പാർലമെന്റിലേക്ക് പോകരുത്, പാർലമെന്റ് മാർച്ച് നടത്തിയത് വലിയ കുഴപ്പമാണ്. അവിടെ ഇങ്ങനെ ദേശവിരുദ്ധ ശക്തികൾ ഇതിൽ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. അത് ഇന്നലെ പഞ്ചാബ് പോലീസ് അത് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പോകരുത് എന്ന് പറഞ്ഞിട്ടും ഞങ്ങൾ പോകുമെന്ന് പുച്ഛ മനോഭാവത്തോടെ നടത്തി ഇങ്ങനെയൊരു ശ്രമം നടത്തിയത് അവിടെ പോലീസ് വെടിവെക്കാനും അവിടെ 3-4 കുട്ടികൾ മരിച്ചു വീഴാനും അതോടുകൂടി രാജ്യത്തൊരു വലിയ കലാപം ഉണ്ടാക്കാനുമുള്ള ഗൂഢാലോചന തന്നെയായിരുന്നു. പക്ഷെ ഭാരതത്തിൽ അത് നടപ്പായില്ല. നടപ്പാക്കാത്തത് കൊണ്ട് ഇനി ഇത് നടക്കത്തില്ല എന്നൊന്നും, തീർച്ചയായിട്ടും നടപ്പാകാത്തതുകൊണ്ട് ഇനി ഇത് നടപ്പാകില്ല എന്നൊന്നും വിചാരിക്കരുത്. പാറ്റകൾ എടുത്തിരിക്കുന്നത് ഒരു ഇടവേള മാത്രമാണ്. ഇനി അല്ലെങ്കിൽ പുതിയ രീതിയിൽ പാറ്റകൾ പ്രത്യക്ഷപ്പെട്ടേക്കാം. തീർച്ചയായിട്ടും ജാർഖണ്ഡിൽ സമരം നടക്കുന്നത്, അവിടെ വന്ദേമാതരം ആണ് വിളിക്കുന്നത്. അവിടെ ആരുടെ അച്ഛനും അമ്മയ്ക്കും പറയുന്നില്ല, ഭാരത് മാതാ കീ ജയ്, ദേശവിരുദ്ധ ശക്തികൾ മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നില്ല. ആസാദിയും കൊണ്ട് ചെന്നപ്പോഴത്തേക്ക് അവർ അവിടെ നിന്ന് ഇറക്കി വിട്ടു, അവരെ ഓടിച്ചു. നേഹ ബോറ എന്ന് പറയുന്ന കുട്ടിയോട് നിങ്ങൾ ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയും വിദ്യാർത്ഥി പ്രക്ഷോഭം നടക്കും. ഇതൊരു അവിടെയും നിരാഹാരം കിടക്കുന്നുണ്ട്. ഒരു മറയാണ്, ഇതേ മറയാണ് ബംഗ്ലാദേശിൽ ഉപയോഗിച്ചത്. ബംഗ്ലാദേശിന്റെ വലിപ്പവും അവരുടെ ഇൻഫ്രാസ്ട്രക്ചറിന്റെ കുറവും ഒക്കെ കൊണ്ട് അവർക്ക് ഉദ്ദേശിച്ചത് സാധിച്ചു. ശ്രീലങ്കയിൽ സാധിച്ചു, നേപ്പാളിൽ സാധിച്ചു. പക്ഷെ ഭാരതത്തിൽ അത് എളുപ്പമല്ല എന്ന് ഒരിക്കൽ കൂടെ ഡീപ് സ്റ്റേറ്റിന് ബോധ്യമായി. അല്ല, പക്ഷെ ഇന്നലെ പഞ്ചാബ് പോലീസ് പിടിച്ച ആ ഒരു മോഡ്യൂളിൽ നിന്ന് പുറത്തു വന്ന വിവരം, ISI ബാക്ക്ഡ് മോഡ്യൂളിൽ നിന്ന് അവിടെ പെട്രോൾ ബോംബോ മറ്റോ എറിയുവാനുള്ളൊരു സാഹചര്യം ഈ കനത്ത സുരക്ഷ ഭേദിച്ച് അവർക്ക് ലഭിച്ചിരുന്നെങ്കിൽ അവിടെ ഒരു കൂട്ടക്കൊല, ആയിരങ്ങൾ ചിലപ്പോൾ മരിച്ചു വീണേനെ. അവിടെ വിചാരിച്ച പോലെ, വിചാരിച്ച പോലെ അതെ, ഒരു പെട്രോൾ ബോംബ് എടുത്ത് എറിഞ്ഞ അവിടുന്ന് ബൈക്കിൽ രക്ഷപ്പെടാം, അല്ലെങ്കിൽ സ്വയം ചാവേറായിട്ട് പൊട്ടിത്തെറിക്കുക. ഇതിനൊക്കെ തയ്യാറായ ചെറുപ്പക്കാരെ അങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇവർ. അപ്പൊ ഇതാണ് വലിയ അപകടം. ഈ അപകടം പോലീസ് ചൂണ്ടിക്കാട്ടിയിട്ടും ഈ പാറ്റകളുടെ നേതാക്കന്മാർക്ക് അത് മനസ്സിലാവാഞ്ഞിട്ടൊന്നുമല്ല, അവർക്ക് കൃത്യമായിട്ട് അറിയാം അങ്ങനെ ഒരു അരാജകത്വം രാജ്യത്ത് ഉണ്ടാകട്ടെ എന്ന് അവർ മനഃപൂർവ്വം ആഗ്രഹിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഇന്നലെ നമ്മൾ തത്വമേ തന്നെ അത് റിപ്പോർട്ട് ചെയ്തിരുന്നു. കാരണം പരമപുച്ഛത്തോടു കൂടിയാണ് പോലീസിന്റെ മുന്നറിയിപ്പ് കേട്ടുകൊണ്ട് നിൽക്കുന്നത് അതിന്റെ വക്താവ് സൗരവ് ദാസ്. ഇത് ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം അവർ ഇത്രയും ഇത് പോകാൻ അനുവദിക്കരുതായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും ഈ രാജ്യത്ത് പരീക്ഷാ ക്രമക്കേടിനെ സംബന്ധിച്ച് രാജ്യത്ത് ഒരു വികാരമുണ്ട്. ആ വികാരം കൃത്യമായി ചൂഷണം ചെയ്തുകൊണ്ട് അത് രാജ്യത്തൊരു അരാജകത്വം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. ഇതേപോലെ ഒരു ശ്രമത്തിന്റെ ഒരു ഇരയാണ് ഷെയ്ഖ് ഹസീന. ഷെയ്ഖ് ഹസീനയ്ക്ക് പക്ഷേ രാജ്യം വിട്ടു പോകേണ്ടി വന്നു. അവരിപ്പോൾ തിരിച്ചു ചെല്ലുന്നത് ഒരു വലിയ രാഷ്ട്രീയ ഭൂകമ്പമാണ് ബംഗ്ലാദേശിൽ ഉണ്ടാക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും. ഇനി ഷെയ്ഖ് ഹസീനയിലേക്ക് തിരിച്ചു വരാം. ഷെയ്ഖ് ഹസീന തിരഞ്ഞെടുത്തിരിക്കുന്ന സമയം ബംഗ്ലാദേശിലേക്ക് തിരികെ പോകാൻ ഡിസംബർ എന്നാണ് പറഞ്ഞത്. അതിലെന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? അല്ല, ഒരു ഇതല്ലേ ആയിട്ടുള്ളൂ, ഓഗസ്റ്റ് ആയിട്ടുള്ളൂ. ഇനി മാസങ്ങൾ കിടക്കുന്നു. അവരൊരു തിരി കൊളുത്തി വിട്ടതാണ്, മനസ്സിലായില്ലേ? അവരൊരു തിരി കൊളുത്തി വിട്ടതാണ്. അതായത് എന്താണ് ഭരണകൂടത്തിന്റെ ഒരു പ്രത്യാഘാതങ്ങൾ അവിടെ രാജ്യത്തുണ്ടാകുന്നത്, ഭരണകൂടത്തിന്റെ ഒരു നിലപാട് എന്തായിരിക്കും, ഒപ്പം തൻ്റെ അണികൾക്കൊരു പ്രതീക്ഷ കൊടുക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമായ ഒരു കാര്യമാണ്. ഈ സമയത്ത് 2 വർഷമായിട്ട് അവർ രാജ്യത്തു നിന്ന് മാറി നിൽക്കുകയാണ്. അപ്പം ഞാൻ വരുന്നുണ്ട് എന്നൊരു ആത്മവിശ്വാസം അതിപ്പം നാളെ പറ്റില്ല. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, ഇത് ഭരണകൂടങ്ങൾ തമ്മിലുള്ള കൃത്യമായ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ ഷെയ്ഖ് ഹസീന ഒരിക്കലും ഇത് പറയില്ല. അതുകൊണ്ടായിരിക്കണം അവർ ഡിസംബർ വരെ സമയം ചോദിച്ചത്. ഒരുപക്ഷെ ഭരണകൂടം പറഞ്ഞു കാണും, നിങ്ങൾ ബംഗ്ലാദേശ് ഭരണകൂടം പറഞ്ഞു കാണും, നിങ്ങൾ ഡിസംബറിന് മുമ്പ് വരരുതെന്ന്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നിൽ നടക്കുന്ന ബാക്ക് ചാനൽ
നെഗോസിയേഷനിൽ. അപ്പം അങ്ങനെ ഒരു പ്ലാനിങ് ആണ് അതിനകത്തുള്ളത്. ഹസീനയുടെ താല്പര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭരണകൂടം എത്ര എതിർത്താലും ഞാൻ തിരിച്ചു വരുന്നു എന്ന സന്ദേശം സ്വന്തം അണികൾക്ക് കൊടുക്കുക എന്നുള്ളത് അവരുടെ രാഷ്ട്രീയ നിലനിൽപ്പിന് അത്യാവശ്യം. അതെ അതെ. ഒരു ദിവസം സുപ്രഭാതി അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടതുപോലെ തിരിച്ചങ്ങോട്ട് ചെല്ലാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അവരതൊരു വലിയ രാഷ്ട്രീയ സംഭവമാക്കാനാണ് ശ്രമിക്കുന്നത്. അത് കറക്റ്റുമാണ്. തീർച്ചയായിട്ടും. പക്ഷേ ഈ ഒരു ഗ്രൗണ്ട് ലെവലിലുള്ള പ്രത്യാഘാതങ്ങൾ എന്തായിരിക്കും? കാരണം ഇന്നലെ തന്നെ അതിൽ പങ്കെടുത്തിരുന്ന പറഞ്ഞു മുൻ ക്രിക്കറ്റ് താരവും അവാമി ലീഗ് മുൻ എം പിയുമായിരുന്ന അക്യൂബിന്റെ വീട്ടിലേക്ക് പെട്രോൾ ബോംബ് എറിഞ്ഞു. വീടിന് നല്ല നാശനഷ്ടങ്ങളുണ്ടായി. അതെ, അഗോറയിൽ. അത് വളരെ കറക്റ്റാണ്. ഇത് വരാൻ പോകുന്ന വലിയ സംഘർഷങ്ങൾ, ഇത്തരം സംഘർഷങ്ങൾ ഉണ്ടാവട്ടെ, വലുതും ചെറുതുമായി ഉണ്ടാകട്ടെ, അത് കഴിഞ്ഞ് എല്ലാം ഒന്ന് സെറ്റിൽ ആവട്ടെ എന്ന് വിചാരിച്ചായിരിക്കാം ഷെയ്ഖ് ഹസീന ഡിസംബർ വരെയുള്ള ഒരു സമയം ഇതിന് ചോദിച്ചിരിക്കുന്നത്. എന്തായാലും നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി കാണേണ്ട സംഭവവികാസങ്ങളാണ്. കാരണം ബംഗ്ലാദേശിൽ നടന്ന എന്താണെന്നറിയാം, ഇന്ത്യയിൽ നടത്താൻ ശ്രമിച്ചത് എന്താണെന്ന് നമുക്ക് കൃത്യമായ ബോധ്യമുള്ളതുകൊണ്ട് നമ്മൾ അതീവ ജാഗ്രതയോടെ ഇരിക്കേണ്ട ഒരു സമയമാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. തീർച്ചയായിട്ടും. എന്തായാലും വളരെ നന്ദി ആർ പി. അപ്പോൾ ഈ വിഷയത്തിൽ വീണ്ടും നമുക്ക് ചർച്ചകൾ വീണ്ടും കാണാം. വളരെ നന്ദി, നമസ്കാരം.